വയനാട് മുണ്ടക്കയിൽ റഡാർ ഉപയോഗിച്ച് സൈന്യം പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. വീടുകൾ ഉണ്ടായിരുന്ന സ്ഥലത്താണ് പരിശോധന നടത്തുന്നത്. മണ്ണിനടിയിൽ മനുഷ്യ സാന്നിധ്യം ഉണ്ടോ എന്നറിയാനാണ് പരിശോധന. കൂടാതെ ഇന്ന് 4 മൃതശരീരങ്ങൾ കൂടി കണ്ടെടുത്തതോടെ മരണസംഖ്യ 361ആയി. 6ാം നാളും ഇത്തരത്തിൽ തിരച്ചിൽ പുരോഗമിക്കുകയാണ്. വയനാട് ഉരുൾപൊട്ടലിൽ അകപ്പെട്ടവർക്കായുള്ള തിരച്ചിലാണ് ഇന്നിപ്പോൾ 6ാം ദിവസവും നടക്കുന്നത്. 361ആണ് മരണസംഖ്യ. ഇനിയും 200-ലേറെ പേരെ കണ്ടെത്താനുണ്ടെന്ന് ഔദ്യോഗികമായി സ്ഥിരീകരണമുണ്ട്. ചാലിയാർ പുഴയിൽ ഇന്ന് നടത്തിയ പരിശോധനയിൽ വീണ്ടും മൃതദേഹം കണ്ടെത്തി. ദുരന്തഭൂമിയിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ സന്ദർശനം ഉണ്ട്. വയനാട് ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്നതിന്റെ നിയമവശങ്ങൾ പരിശോധിക്കുമെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഈ ബാധിക്കപ്പെട്ടവരെ ചേർത്ത് നിർത്തുക, അവരുടെ മാനസികാരോഗ്യത്തിനൊപ്പം തന്നെ അവരുടെ പുനരധിവാസത്തിന് പ്രാധാന്യം കൊടുക്കുക, മാത്രമല്ല ഈ ദുരന്തത്തെക്കുറിച്ച് വിശദമായ പഠനം നടത്തേണ്ടതിന്റെ ആവശ്യകതയും അത് നടത്തും എന്നുള്ള കാര്യവുമാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും വിവരങ്ങൾ കൂടുതലായി നൽകാൻ അർജുൻ ചേരുന്നുണ്ട്. അർജുൻ, ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ് ദുരന്തഭൂമിയിൽ? ദുരന്തഭൂമിയിൽ വിവരങ്ങൾ അത്തരത്തിൽ നമുക്ക് ഇപ്പോൾ പറയുവാൻ കഴിയുന്നത് ഈ പരിശോധന തീർച്ചയായും നടക്കുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് ഈ ഒരു ക്യാമ്പിലാണ്, അതായത് ദുരിതാശ്വാസ ക്യാമ്പിലാണുള്ളത്. നമ്മളിപ്പോൾ കാണുന്നത് അവിടെയുള്ള കുട്ടികളെയാണ്, അതായത് എല്ലാം നഷ്ടപ്പെട്ട് ഒരു വീട് നഷ്ടപ്പെട്ട് തങ്ങളുടെ പഠനം നഷ്ടപ്പെട്ട് നടക്കുന്ന വിദ്യാർത്ഥികളെയാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുക. അല്ലെങ്കിൽ ചെറിയ കുട്ടികളെയാണ്, കുരുന്നുകളെയാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. ഇവരെ റീഹാബിലേറ്റ് ചെയ്യുവാൻ അല്ലെങ്കിൽ ഇവരുടെ മനസ്സ് ഒന്ന് സന്തോഷിപ്പിക്കുവാൻ വേണ്ടി ശിശുക്ഷേമ വകുപ്പ് വലിയ രീതിയിലുള്ള ഒരു പരിശ്രമമാണ് നടത്തുന്നത്. കൗൺസിലിംഗ് ആണ് നടത്തുന്നത്. അത്തരത്തിൽ അല്പസമയം മുമ്പ് വരെ വലിയ കളികളാലും ചിരികളാലും ഇവർ നിറഞ്ഞു നിൽക്കുന്ന കാഴ്ചയായിരുന്നു നമ്മൾ കണ്ടിരുന്നത്. ഇത്തരത്തിൽ ഇവരിപ്പോൾ ഇവിടെ നിന്ന് ഈ ഒരു വിശ്രമിക്കുകയാണ്. ഈ ഒരു സ്ഥലത്ത് നമുക്ക് നോക്കുമ്പോൾ തന്നെ കാണുവാൻ പല ഉറ്റവരും ഉടയവരും ഒക്കെ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങൾ ഈ കൂട്ടത്തിലുണ്ട്. അല്ലെങ്കിൽ സ്വന്തം വീട് നഷ്ടപ്പെട്ടവരുണ്ട്. അത്തരത്തിൽ വലിയ നഷ്ടങ്ങളൊക്കെ ഉള്ളിൽ, അതായത് ഈ ഒരു പ്രായത്തിൽ തങ്ങൾക്ക് അറിയില്ല എന്തായിരുന്നു അതിന്റെ വ്യാപ്തി, അല്ലെങ്കിൽ എങ്ങനെയാണ് തങ്ങൾക്ക് അതിന്റെ നഷ്ടം എന്നുള്ളത് അറിയാത്ത പ്രായമാണിത്. വളർന്നു വരുമ്പോൾ ഇവർ എന്തായിരിക്കും ഇവരുടെ മനസ്സിലുണ്ടാവുക, ഇവരെ എങ്ങനെ നമ്മൾ പുനരധിവസിപ്പിക്കും എന്നുള്ളതൊക്കെ ചർച്ചയാകുന്ന സമയമാണ് ഇത്. ഇത്തരത്തിൽ ശിശുക്ഷേമ വകുപ്പിന്റെ കീഴിലുള്ള സ്കൂൾ തലത്തിൽ ഇത്തരത്തിൽ കൗൺസിലിംഗ് നടത്തുന്നവരാണ് ഈ കുട്ടികളെ ഇപ്പോൾ കൗൺസിലിംഗ് നടത്തുന്ന ചെറിയ കുട്ടികളടക്കം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ചെറിയ കുട്ടികളടക്കം ഇവിടെയുണ്ട്. മാതാപിതാക്കൾ നഷ്ടപ്പെട്ടവരടക്കം ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. അത്തരത്തിൽ ഈ കുട്ടികളെ പുതുജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ, അതായത് പുതിയൊരു ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് ഈ ക്യാമ്പിലുള്ളവർ. ഒരുപക്ഷെ നമുക്ക് കണ്ണുകൾ നിറയുന്ന കാഴ്ചകളാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുക. അതായത് ഇത്തരത്തിൽ കുട്ടികളെല്ലാം അണിനിരന്ന് നിൽക്കുന്നു. തങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ യാതൊന്നുമില്ല. ഒരു ശൂന്യത നേരത്തെ ഉണ്ടായിരുന്നു. തങ്ങളുടെ അച്ഛനെയോ അമ്മയോ കാണാത്ത കുട്ടികൾ ഇവിടെ ഉണ്ടാകാം. അത്തരത്തിൽ നിരവധി കുട്ടികൾ ഉണ്ടാകാം. സ്കൂളുകളിൽ അല്ല വിദ്യാലയങ്ങളിൽ പോയി പഠിച്ച കുട്ടികൾ ഉണ്ടാകാം. ഇനി അവർക്ക് അവിടെയുള്ള വിദ്യാലയങ്ങളില്ല, അവരുടെ കളിസ്ഥലങ്ങളില്ല. അത്തരത്തിൽ ഇനി ഇവരെ ഏത് തരത്തിലേക്കാണ് നമ്മൾ അധിവസിപ്പിക്കുക അല്ലെങ്കിൽ പുനരധിവസിപ്പിക്കുക എന്നുള്ള ഒരു വലിയ വെല്ലുവിളിയാണ് ഇപ്പോൾ നമുക്ക് മുൻപിലുള്ളത്. ആ വെല്ലുവിളികളെയൊക്കെ തരണം ചെയ്യുവാൻ അല്ലെങ്കിൽ ആ വെല്ലുവിളികളൊക്കെ ഈ ഒരു അവരുടെ മാനസികാവസ്ഥയെ ഒന്ന് വീണ്ടെടുക്കുവാൻ വേണ്ടിയുള്ള പരിശ്രമമാണ് നമുക്കിവിടെ കാണുവാൻ സാധിച്ചത്. വലിയ രീതിയിൽ ഇവരൊക്കെ ഈ ഒരു വിഷയങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഇവരെ എങ്ങനെയാണ് ആ പുതിയ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നതടക്കം നോക്കുന്ന ആളുകളെയാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. ഇത്തരത്തിൽ കൗൺസിലിംഗ് നടത്തുന്നവർ, വിദ്യാലയങ്ങളിൽ കൗൺസിലിംഗ് നടത്തുന്നവരാണ് ഈ തരത്തിൽ കുട്ടികളെ ഈ ഒരു മാനസിക ഉല്ലാസത്തിലേക്ക് കൊണ്ടുവരുന്നത്. അവരുടെ ആ ഒരു വേദനകൾ അല്ലെങ്കിൽ അവരുടെ ഉള്ളിലുണ്ടാകുന്ന ഒരു ശൂന്യത അകറ്റി നിർത്തുവാൻ വേണ്ടി തങ്ങളുടെ പ്രിയപ്പെട്ടവർ നഷ്ടപ്പെട്ടിരിക്കുന്നു. എന്നാൽ പല കുട്ടികൾക്കും ചെറിയ കുട്ടികളാണ്, ഒരു 5 വയസ്സിൽ താഴെയുള്ള അടക്കം കുട്ടികളെയാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. അത്തരത്തിലുള്ള കുട്ടികളടക്കം ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. ആ കുട്ടികളൊക്കെ തന്നെ ഈ ഒരു സാഹചര്യത്തിൽ അവർക്ക് അതിനെപ്പറ്റിയുള്ള ചിന്തകൾ ഉണ്ടാകില്ല, അല്ലെങ്കിൽ തങ്ങൾ ഒറ്റപ്പെട്ടിരിക്കുന്നു എന്നുള്ള ചിന്തകൾ ഉണ്ടാകില്ല. സമപ്രായക്കാരാണ് ചുറ്റും. ഈ പ്രകൃതിയെ ചൂഷണം ചെയ്ത് മനുഷ്യൻ തന്നെ വരുത്തിവെച്ച ദുരന്തമാണിത്. പക്ഷേ ആ ഒരു ദുരന്തത്തിന്റെ വ്യാപ്തി എത്രയാണ് എന്ന് അർജുൻ നേരത്തെ പറഞ്ഞ തിരിച്ചറിയാനുള്ള പ്രായം അവർക്കായിട്ടില്ല. അവർ നോക്കുമ്പോൾ അവരുടെ സമപ്രായക്കാരാണ് ചുറ്റും. ഒരുപക്ഷെ അവർക്ക് കളിക്കാനും ചിരിക്കാനും ഒക്കെ കൂടുതൽ കൂട്ടുകാരെ കിട്ടി എന്നൊരു സന്തോഷത്തിലാണ്.